എന്നാ പിന്നെ ഈ ഒരു ഗ്ലാസ് അപ്പൊ എന്റെ അടുത്ത് സ്നേഹമൊക്കെ ഉണ്ട്. പിന്നെ സ്നേഹം ഇല്ലാണ്ടിരിക്കും. അളിയൻ വീട്ടിൽ ഇരിക്കുക, അളിയന് കൊടുക്കാനുള്ള. അളിയന് കൊടുക്കാനുള്ളതാണ്. സിധു, ഞാൻ ഫ്രീ ആയിട്ടൊരു ഉപദേശം തരട്ടെ. ഒരാള് നന്നാവാനേ അയാള് വിചാരിച്ചാ മതി. പക്ഷെ ഒരാള് മോശമാവാൻ അങ്ങനെ ആവണം എന്നില്ല. മനസ്സിലായില്ല? എടാ, ഒരാള് ചീത്തയാവാനേ അയാളുടെ കൂട്ടുകെട്ട് മതിയെന്ന്. എനിക്ക് കത്തിയില്ല. ഫോർ എക്സാമ്പിൾ, എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആതിര. അവളുടെ ഹസ്ബൻഡ് കല്യാണത്തിന് മുന്നേ വെള്ളമടി, സിഗരറ്റ് വലി, ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. പക്ഷെ കല്യാണത്തിന് ശേഷം എല്ലാം തുടങ്ങി. ആതിരയുടെ കയ്യിലിരിപ്പ് കൊണ്ടാവും അല്ലേ? ആതിരയുടെ കയ്യിരിപ്പ് കൊണ്ടല്ല, പിന്നെ ആതിരയുടെ അനിയന്റെ കയ്യിരിപ്പ് കൊണ്ട്. ആതിരയുടെ അനിയന്റെ ഒപ്പം കൂടിയതിനു ശേഷേ ഇയാള് വെള്ളമടി, സിഗരറ്റ് വലി ഇല്ലാത്ത അലമ്പൊന്നുമില്ല, എല്ലാം തുടങ്ങി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നീയും കൂടെ ഒന്ന് സൂക്ഷിക്കുന്നത് വളരെ നല്ലതായി. അതിന് ആതിരയുടെ അനിയനായിട്ട് ഞാൻ കമ്പനി ഇല്ലല്ലോ. പക്ഷെ എന്റെ അനിയനായിട്ട് കമ്പനി ഉണ്ടല്ലോ. എന്തേ വലിക്കാൻ പോടോ? ഞാൻ അതല്ല ഉദ്ദേശിച്ചേ. ഒന്ന് സൂക്ഷിച്ചാ കൊള്ളാം, കൂട്ടുകൂടി ചീത്തയാവരുത്, അത്രേ ഉള്ളൂ. ഓ അങ്ങനെ. നിന്റെ അനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അളിയൻ, എന്റെ സ്വന്തം അനിയൻ. വെറുതെ അവനെ കുറിച്ച് ഇങ്ങനെ മോശം പറയല്ലേ. അവനെ അവിടെ വാട്ടർമെലൻ ജ്യൂസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും. ഞാൻ ചെന്ന് കൊടുത്തിട്ട് വരാം. ലച്ചൂസിന് ജ്യൂസ് വേണമെങ്കിൽ ആ തണ്ണിമത്തനില്ലേ, അതെടുത്ത് മിക്സിയിലിട്ട് ജ്യൂസ് അടിച്ച് കുടിച്ചോ. അഥവാ വേണ്ടെങ്കിൽ അതെടുത്ത് ഫ്രിഡ്ജ് വെച്ചേക്കണം. ചിലപ്പോ കേശുവളിനെ കുറച്ച് കഴിഞ്ഞിട്ട് ജ്യൂസ് വേണ്ടി വരും. അളിയാ, പിന്നെ എന്തിനാണ് എന്നെ കെട്ടിയത്? അളിയനെ കെട്ടിയാ പോരെ. ഞാൻ വിചാരിച്ച അന്നത്തോടെ പോകുന്നു. ഇല്ലടാ അളിയാ, നീ കഴിവുള്ളവനല്ലേ, രക്ഷപ്പെടാൻ അറിയാം. കുടിക്കി അളിയാ, ആരും പൊളിച്ചു കേട്ടാ. ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കി തരാം. അത് മതി. അളിയാ, അളിയാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. അളിയൻ പറയലയാ. അളിയനെ എനിക്ക് അളിയനായിട്ട് കിട്ടിയത് എന്റെ ജീവിതത്തിലെ മഹാഭാഗ്യം അളിയാ. അത് തന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ. ഞാൻ ആരാ മുതല്? അല്ല അല്ല, അപ്പൊ ലച്ചു ചേച്ചിയോ? ലച്ചു ചേച്ചിയാ. അളിയനെ എനിക്ക് അളിയനായിട്ട് കിട്ടിയതുകൊണ്ട് കൂടെ കിട്ടിയ ബോണസ് അടേ. ബോണസാ? ചേച്ചി, ഈ ബോണസ് എന്തുവാ? തനിക്കിന്റെ ബോണസ് ആയിട്ട് കിട്ടിയതാണോ? ചേച്ചി എന്തിനാണ് ഇപ്പൊ എന്റെ അളിയനെ വന്നിങ്ങനെ തട്ടണ? എന്തിനാണ്? എന്റെ പുന്നാളിയനെ അങ്ങനെ ചെയ്യല്ലോ കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. അതെ, എനിക്ക് ഇപ്പൊ അറിയണം, തനിക്ക് ഞാനാണോ വലുത് അതോ കേശുവാണോ വലുത്? അതില് സംശയം എന്തിരിക്കണ്? എന്റെ അളിയനെ ഞാൻ തന്നെയല്ലേ വലുത്. അങ്ങോട്ട് പറഞ്ഞു കൊടാളിയാ. ഞാനേ എന്റെ ലച്ചുവിനെ ഡിവോഴ്സ് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാലും എന്റെ അളിയനെ ഞാൻ കളയത്തില്ല. എന്റെ ചക്കരയല്ലടാ നീ. വൃത്തികെട്ടവനെ. ആരെ പുറത്തോട്ടെന്ന് വിളിച്ചേ? ആരെ വിളിച്ചേ? എന്റെ അളിയനെ അങ്ങനെ വിളിക്കില്ല കേട്ടോ. ചേച്ചാണെന്നുള്ള കാര്യം ഞാനങ്ങ് മറക്കും. ഓട്ടറാ ചീള് കേസ്. അല്ല പിന്നെ എന്റെ അളിയനെ വൃത്തിയായിട്ടാണെന്ന് വിളിക്കണ? ചീള് കേസാ? ഞാനാ തന്നെ ചീള് കേസനെ ചേച്ചി. ചുമ്മാ ഇങ്ങനെ പൊസസീവ് ആവില്ലേ. പ്ലീസ് ഗെറ്റ് ലോസ്റ്റ്. പൊസസീവ് അല്ലേ? അളിയന് ഇഷ്ടപ്പെട്ട ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുന്നു, അളിയന് ഇഷ്ടപ്പെട്ട ഷർട്ട് ഇടുന്നു, ഇഷ്ടമല്ലാത്ത ഭക്ഷണം അളിയൻ പറഞ്ഞതിന്റെ പേരിൽ ഇഷ്ടപ്പെട്ടത് കഴിക്കുന്നു. അതെ, അങ്ങനെയൊക്കെ കഴിക്കും. എന്താ അവിടെ പ്രശ്നം? പ്രശ്നോ? സിദ്ധു പറയാ സിദ്ധുവിന് എന്നെ ബോണസ് ആയിട്ട് കിട്ടിയതാന്ന്. ബോണസാ? അപ്പടിനാ കേശു അളിയനെ കിട്ടിയപ്പോഴത്തേക്ക് എന്നെ ഫ്രീ ആയിട്ട് കിട്ടിയതാന്ന് ബോണസ്. ലച്ചേച്ചി പറഞ്ഞൊന്നും അല്ല കാര്യം. സിദ്ധു അളിയനും കേശുവേട്ടനും തമ്മിൽ ഭയങ്കര കൂട്ടാണല്ലോ. അപ്പൊ ലച്ചേച്ചിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അത് ഇടയ്ക്കിടയ്ക്ക് വരുന്നില്ലയോ? മരുന്ന് കഴിക്കുമ്പോ മാറുകയും ചെയ്യുന്നുണ്ട്. അമ്മൂമ്മ, അത് മൈഗ്രെയിൻ, ഇത് പൊസസീവ്നെസ് എന്ന് വെച്ചാല് അളിയൻ ചേച്ചിയുടേത് മാത്രമാണ് എന്നൊരു ചിന്ത. ഭയങ്കര മോശം കേട്ടോ മോളെ. സിദ്ധുവിന് വേറെ ആരും ഇവിടെ കൂട്ടുകാരില്ലല്ലോ. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? പിന്നെ ഇവിടെ കൂട്ടും കൂടി അങ്ങ് ഇരുന്നോട്ടെ, എനിക്കെന്താ? നിങ്ങളിത് കാര്യമായിട്ട് എടുക്കുന്നു. ചുമ്മാ രസം. എന്തിനാ മോനെ വെറുതെ അവളെ വഴക്കുണ്ടാക്കിക്കുന്നേ? നല്ലൊരു ഫൺ. പിന്നെ
ചേച്ചി പോട്ടളേ, നമുക്ക് ഇവിടെ ഇരുന്ന് കാര്യം പറയാം. ആ എന്നിട്ട് മെർലിന്റെ അത് പതൊക്കെ പറയാം അങ്ങോട്ട്. അതെല്ലാം കേട്ടോണ്ട് വരും. മെർലിന്റെ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോഴായിരുന്നു ശരിക്കുള്ള സീന്. ഒന്ന വാക്കിന് ചേച്ചി കാരണം പൊത്തി ഒരെണ്ണം തന്നു. ടോട്ടൽ മൊത്തത്തിൽ ലച്ചുവിന്റെ വയലൻസ് അല്ലേ? തന്നെ 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 ഇനി ഒന്നുമില്ല മേലെ. കള്ളക്കട പറ്റത്തില്ല. 6 വീണിട്ടുണ്ട്. ആ തന്നെ ശരി സമ്മതിച്ച 6. പാമ്പിന്റെ എന്തൊരു പരിപാടി ഇത്? ബോർഡ് എനിക്കാണെങ്കിൽ ഇത്ര നേരം 1-3 മാത്രം. അതൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ ജയിച്ചു. അങ്ങനെ ജയിച്ചു നീക്ക്. അങ്ങനെ ഇപ്പൊ ജയിച്ചോല്ലോ, നമുക്ക് നോക്കാമല്ലോ. ദൈവമേ, അടുത്തതും 6 വീണ് കളി ക്യാൻസൽ ആയി പോണേ. 1 2 3 4 5 5. നോക്കിക്കോ അളയാ എത്ര